ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി മണി ആൻഡ് ക്രിപ്റ്റോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നത് നമ്മൾ ഇതുവരെ കാത്തിരുന്നൊരു കോയിനായിരുന്നു ഹാംസ്റ്റർ കോമ്പാക്റ്റ്. അപ്പോൾ അതിൻ്റെ ഇന്നലെയാണ് അതിൻ്റെ സ്നാപ്ഷോട്ട് നടന്നത്. സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതുവരെ എന്തൊക്കെ പെർഫോമൻസ് കാഴ്ചവെച്ച് അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് എത്ര കോയിൻ ഏൺ ചെയ്ത്, എത്ര കീ ഏൺ ചെയ്ത്, സ്കിന്ന്, കാർഡ് എല്ലാതും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ദിവസമാണ് ഈ സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഇന്നലെയാണ് സ്നാപ്ഷോട്ട് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൽ എലിജിബിൾ ആണോയെന്ന് ഇതുവരെ നമ്മൾ ഈ അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് അത് നമ്മൾ എലിജിബിൾ ആണോ എന്നാണ് നോക്കേണ്ടത്, ഇന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെയാണ് സ്നാപ്ഷോട്ട് വന്നത്. അപ്പോൾ സ്നാപ്ഷോട്ട് കഴിഞ്ഞ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊന്ന് വിശദമായി പറഞ്ഞത് നമുക്ക് എങ്ങനെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാമെന്ന്, നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പിന് എലിജിബിൾ ആണോ എന്ന് നോക്കാനാണ്. പിന്നെ നമ്മൾ ഈ സീസൺ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹാംസ്റ്റർ, അതും നമുക്ക് ചെക്ക് ചെയ്യാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എലിജിബിൾ ആണോ എന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സീസൺ 1 ഈസ് ഓവർ എന്ന് കാണിച്ചിട്ടുണ്ടാവും. സീസൺ 1 അവസാനിച്ചു, ഈ സീസൺ 2 കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ എങ്ങനെയാണ് സീസൺ 1 എലിജിബിൾ ആയോ നോക്കണമെങ്കിൽ അത് നമ്മളെ മെമ്മറീസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നമ്മൾ എത്ര കോയിൻ ഏൺ ചെയ്ത് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോയാൽ നമുക്ക് എല്ലതും കാണാം. നമ്മളിതുവരെ എന്തൊക്കെ കാർഡ് എടുത്ത്, സ്കിൻ കാർഡ് എടുത്ത്, കീ എടുത്ത്, അതൊക്കെ. പിന്നെ എലിജിബിൾ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെൻറ്ററിൽ തന്നെ ഉണ്ടാവും എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ബട്ടണ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം സീസൺ 1 ഈസ് ഓവർ, വി ആർ കാൽക്കുലേറ്റ് യുവർ റിസൾട്ട്, ദേ വിൽ ബി റെഡി സൂൺ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ കാണിക്കുന്നവർക്ക് എല്ലാവരും എലിജിബിളാണ്. അതായത് നമ്മളെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടുകയും ചെയ്യും, ഇതിന് എലിജിബിൾ ആണെന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ചീറ്റിംഗ് ബാഡ് എന്നുണ്ടാവും. അപ്പോൾ യു ഹാവ് ബീൻ ചീറ്റിംഗ് ദിസ് സീസൺ എന്നുണ്ടാവും. അതായത് നമ്മൾ കീ ജനറേറ്റ് ചെയ്യലും പിന്നെ മെഷീനറിയൊക്കെ വെച്ചിട്ട് ടാപ്പ് ചെയ്തവർ ഈ കീ വേറെ വഴിക്ക് കൂടെ ഉടായ്പ വഴിക്കിലൂടെ എന്തൊക്കെ ചെയ്ത് അവർക്കൊക്കെ ഇങ്ങനെ കിട്ടി, അവർക്കെല്ലാം ഇങ്ങനെ ചീറ്റിംഗ് ബാഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനറിയുന്ന ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോയിന് പോലും കിട്ടില്ല. കാരണം ഉടായ്പ കളിച്ചവർക്ക് മാത്രമേ ഇങ്ങനെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതായത് കീ ജനറേഷനൊക്കെ അങ്ങനെ ഉടായ്പിലൂടെ നേടിയിട്ടും പിന്നെ ടാപ്പിങ്ങും മെഷീനറി വെച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്തവർക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇത് കിട്ടില്ല എന്ന് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനെ വന്നവർക്ക് മാത്രം എയർ ഡ്രോപ്പ് ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അലോക്കേഷൻ ഉണ്ടാവും, അപ്പോഴാണ് നമുക്ക് എത്ര എയർ ഡ്രോപ്പ് കിട്ടിയെന്ന് അറിയുക. ഓക്കെ, പിന്നെ സീസൺ 2 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ്, ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇവിടെ ആണെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുക. റെഫറൽ ചെയ്തവർക്കൊക്കെ ഈ കോയിന് കിട്ടും. പിന്നെ യൂട്യൂബ് വീഡിയോ മറ്റേ ചെയ്ത പോലത്തെ, പക്ഷേ ഇതിൽ വാരിക്കോരി തരുന്നില്ല, ഓരോ ഡയമണ്ട് മാത്രം കിട്ടുള്ളൂ. ഈ ഡയമണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നതിനനുസരിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ കാർഡ് ഉണ്ടാവും, അത് മാക്സിമം ഈ പ്രോഫിറ്റ് പെർ അവേഴ്സിൻ്റെ അവിടെ കാർഡ് ഉണ്ടാവും, അത് കളക്ട് ചെയ്ത്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി അങ്ങനെ കാർഡ് കാണാം നിങ്ങൾക്ക്. അതൊക്കെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കുക. അത്ര തന്നെ ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ ഇതിന് ഇതാക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക, എലിജിബിൾ ആണോ അല്ലേന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. ഓക്കെ, താങ്ക് യു.